അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സ് എന്താണെന്നും മെട്രിക്സിൻ്റെ ടൈപ്പ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ജനറൽ ഫോം പറഞ്ഞിട്ടുണ്ട്, ഓർഡർ പറഞ്ഞു, എല്ലാം പഠിച്ചല്ലോ. അതെല്ലാം ഒന്ന് എഴുതി നോക്കി കാണും. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ബാക്കിയായിട്ട് പഠിക്കാനുള്ളത് ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സസ്. അപ്പോൾ ആദ്യം വരുന്നത് അഡീഷനാണ്. Addition of two matrices, two or more. Example, A equal to matrix. ഞാൻ ജനറൽ ഫോമിൽ തന്നെ എഴുതിയത് 2/2 മാട്രിക്സ് ജനറൽ ഫോമിൽ എഴുതിയാണ്. A11, A12, A21, A22. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതൊരു 2/2 മാട്രിക്സ് ആണ്. ഈ 2/2 മാട്രിക്സിന്റെ ജനറൽ ഫോമാണ് ഈ കാണുന്നത്. അടുത്ത മാട്രിക്സ് ബി ഈക്വൽ ടു ഞാൻ എഴുതുന്നത് B11, B12, B21, B22 ഇങ്ങനെയാണ്. ഈ രണ്ട് മാട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാൻ A പ്ലസ് ബി അഡീഷണൽ എയും ബിയുമായിട്ട് ആഡ് ചെയ്യാൻ മാട്രിക്സ് ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇവിടുത്തെ ഫസ്റ്റ് A11 എന്ന എലമെന്റും ഇവിടെ വരുന്ന B11 എന്ന എലമെന്റും തമ്മിൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് A12 പ്ലസ് B12 ഈ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റും ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റും തമ്മിൽ ആഡ് ചെയ്യും. അടുത്തത് A21 പ്ലസ് B21, നെക്സ്റ്റ് A22 പ്ലസ് B22. അപ്പൊ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി സ്പീഡിന് പറഞ്ഞു പോകേണ്ടി വരും. എന്നാലേ അരമണിക്കൂർ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി സ്പീഡായിരുന്നു, അത് മനസ്സിലാക്കി വീണ്ടും വീണ്ടും കണ്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇതിനോട് വരാം. ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മെട്രിക്സ് അഡീഷന് സ്യൂട്ടബിൾ ആകണമെങ്കിൽ രണ്ടിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്താണ് അതേ ഓർഡർ ആയിരിക്കണം സെക്കൻഡ് മെട്രിക്സ്. എന്നാൽ മാത്രമേ രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറയുന്നു. A ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6, B ഈക്വൽ ടു മെട്രിക്സ് 1 0 2 0 0 1. കണ്ടോ? അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/1 ആണ്. 2/1 അല്ല, 2/3 ആണ്. രണ്ട് റോയും 3 കോളവും. അപ്പോൾ ബി എന്ന മെട്രിക്സ് എയും ബിയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അഡീഷന് ഈ രണ്ട് മെട്രിക്സ് സ്യൂട്ടബിൾ ആകണമെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്ത് തന്നെ ആയിരിക്കും? 2/3 തന്നെ ആയിരിക്കും. നമുക്ക് ആഡ് ചെയ്യാം. A പ്ലസ് ബി ഈക്വൽ ടു ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് 1, ഇവിടെ 1 ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 പ്ലസ് 1 2, അടുത്ത 2 പ്ലസ് 0 2, 3 പ്ലസ് 2 5, 4 പ്ലസ് 0 4, 5 പ്ലസ് 0 5, 6 പ്ലസ് 1 7. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് വരുന്ന ആ മാട്രിക്സിന്റെ ഓർഡർ എന്ത് തന്നെയായിരിക്കും? 2/3 തന്നെയായിരിക്കും. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് കുറിച്ച് വയ്ക്കാം. ഇനി ഞാനിതിൽ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. നോക്കുക. A ഈക്വൽ ടു മെട്രിക്സ് A B C D, B ഈക്വൽ ടു മെട്രിക്സ് P Q R S. നോക്കുക. അപ്പോൾ A എന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. B എന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പോൾ ഇതിൽ A പ്ലസ് B എന്ന മെട്രിക്സ് എഴുതുമ്പോൾ A പ്ലസ് പി എയും ബിയും ആയിട്ടാണ്. B പ്ലസ് ക്യൂ, C പ്ലസ് ആർ, C പ്ലസ് ആർ, D പ്ലസ് എസ്. ഈ കിട്ടുന്ന ആഡ് ചെയ്ത് കിട്ടുന്ന പുതിയ മെട്രിക്സിന്റെ ഓർഡർ എന്ത് തന്നെയാണ്? 2/2 തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ജനറൽ ഫോമില് A ഈക്വൽ ടു മെട്രിക്സ് A ij ഓഫ് ഓർഡർ m/n എന്നും
B equal to matrix Bij of order m by n എന്ന് എടുത്താൽ A plus B equal to matrix Aij plus Bij of the same order m by n ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി തന്നെ കുറിച്ച് വയ്ക്കാവുന്നതാണ്. ടെക്സ്റ്റിലെല്ലാം ഡേറ്റ് ആയിട്ടുണ്ട്, എക്സാമ്പിളെല്ലാം നോക്കി ഈ നോട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കുറിച്ചെടുക്കുക. ഇനി ഇതിൽ നമുക്ക് അടുത്തത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ബൈ എ സ്കെയിലർ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് നോക്കിയിരിക്കണം. A equal to matrix 1 2 3 ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാനിപ്പോൾ 5 ഇൻറ്റു എ കാണാൻ പറയാം. 5 ഇൻറ്റു മെട്രിക്സ് 1 2 3 4 ഇങ്ങനെ എഴുതാം. 5 ഇൻറ്റു മെട്രിക്സ് 1 2 3 4 എന്ന് പറഞ്ഞാൽ ഈ ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനകത്ത് വരുന്ന ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 2 എന്താണ് 10, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 4 20 ഇങ്ങനെ. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോം കൂടി ഞാൻ പറയാം. അപ്പോൾ A ഈക്വൽ ടു മെട്രിക്സ് A B C D. അതിപ്പോൾ ഞാനിപ്പോൾ 2/2 പറയുന്നു, 2/2 തന്നെ വരണമെന്നില്ല, ഏത് ഓർഡറിലും വരാം. അങ്ങനെ ആകുമ്പോൾ ഒരു കോൺസ്റ്റന്റ് K കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ KA ഈക്വൽ ടു മെട്രിക്സ് KA KB KC KB ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക, ഇതൊന്ന് കുറിച്ച് വയ്ക്കാം. അടുത്തത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്പേഴ്സ് എടുക്കുമ്പോൾ അറിയാലോ, ഞാൻ പറഞ്ഞ നെഗറ്റീവ് നമ്പർ. അതുപോലെ മെട്രിക്സിന്റെ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A ഈക്വൽ ടു മെട്രിക്സ് -5 0 1 2 ഇങ്ങനെ ഒരു 2/2 മെട്രിക്സ് ഞാൻ എടുക്കുന്നു. ഇവിടെ -A ഈക്വൽ ടു ഈ A എന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് കാണാൻ ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും സൈൻ മാറ്റിയാൽ മതി. അപ്പോൾ -5 എന്നുള്ളത് 5 ആകും, 0 അത് തന്നെയാണ്, 1 - 1 ആകും, 2 - 2 ആകും. അപ്പോൾ ഇതിനെയാണ് മെട്രിക്സിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് വെച്ചാൽ മാത്രം മതി. അടുത്തത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്തതുപോലെ സബ്ട്രാക്ട് ചെയ്യുക. A പ്ലസ് ബി ചെയ്തതുപോലെ A മൈനസ് ബി. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിൾ എടുത്ത് A പ്ലസ് ബി കാണുക, അതേപോലെ A മൈനസ് ബിയും കാണുക. A എന്ന മെട്രിക്സിൽ നിന്ന് B എന്ന മെട്രിക്സ് മൈനസ് ചെയ്യണം. അപ്പോൾ അവിടെ ഓരോ എലമെന്റും ഇപ്പോൾ A11 അടുത്തൊരു B11 ആണെങ്കിൽ A11 മൈനസ് B11. നേരത്തെ പ്ലസ് ചെയ്തു, ഇവിടെ മൈനസ്. അത് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിൽ വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സസ് ഉണ്ട്. മെട്രിക്സിന്റെ പ്രോപ്പർട്ടി അതിൽ ആദ്യം വരുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതിൽ പറയുന്നത് അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചത് തന്നെയാണ്. ഇപ്പൊ രണ്ട് മെട്രിക്സ് അഡീഷണലി സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് ബി ഈക്വൽ ടു B പ്ലസ് എ, A പ്ലസ് ബി എടുത്താലും B പ്ലസ് എ എടുത്താലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിക്കാം. A ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4, B ഈക്വൽ ടു മെട്രിക്സ് 0 1 0 2.
എ പ്ലസ് ബി കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആൻസർ എന്തായി? മാട്രിക്സ് 1 പ്ലസ് 0 1 2 പ്ലസ് 1 3 3 പ്ലസ് 0 3 4 പ്ലസ് 2 6. ഇതാണ് എ പ്ലസ് ബി. അതുപോലെ ബി പ്ലസ് എ ആവുമ്പോൾ ബി എന്ന മെട്രിക്സും എ എന്ന മെട്രിക്സും കൂടി ആയിരിക്കും. 0 പ്ലസ് 1 1 1 പ്ലസ് 2 3 0 പ്ലസ് 3 3 2 പ്ലസ് 4 6. ആൻസറിൽ മാറ്റമില്ല. ഇതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് വരുന്നത് അസോസിയേറ്റീവ് ലാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എ പ്ലസ് ബി പ്ലസ് സി ഈ ഒരു ഓർഡറിൽ ആഡ് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി ഇങ്ങനെ എടുത്താൽ ആൻസറിൽ വ്യത്യാസം വരില്ല. 3 മെട്രിക്സ് എടുക്കുകയാണ്, എ ബി സി അങ്ങനെ 3 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരേ ഓർഡറിലായിരിക്കും. അതിൽ എ പ്ലസ് ബി പ്ലസ് സി എടുത്താലും എ പ്ലസ് ബി പ്ലസ് സി കണ്ടാലും ആൻസറിൽ മാറ്റമില്ല. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിക്കാം. എ ഈക്വൽ ടു 0 2 5 0, ബി ഈക്വൽ ടു 2 1 1 2, സി ഈക്വൽ ടു മാട്രിക്സ് 1 0 1 0. ഇതിലാദ്യം എ പ്ലസ് ബി പ്ലസ് സി കാണുകയാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടത് ആദ്യം എ എന്ന മെട്രിക്സ് എഴുതുന്നു. എ എന്നാണ് മെട്രിക്സ് 0 2 5 0 പ്ലസ് ഇനി ബി പ്ലസ് സി കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. ബിയും സിയും കൂടി ആഡ് ചെയ്ത് ഇവിടെ എഴുതുന്നു. അവിടെ 2 പ്ലസ് 1 3 1 പ്ലസ് 0 1 1 പ്ലസ് 1 2 2 പ്ലസ് 0 2. എന്നിട്ട് ഇത് ആഡ് ചെയ്യും. മെട്രിക്സ് 0 പ്ലസ് 3 3 2 പ്ലസ് 1 3 5 പ്ലസ് 2 7 0 പ്ലസ് 2 2. ഇതാണ് എ പ്ലസ് ബി പ്ലസ് സി. ഇനി കാണുന്നത് എ പ്ലസ് ബി പ്ലസ് സി. ആദ്യം എ പ്ലസ് ബി കാണും. എയും ബിയും കൂടി ആദ്യം ആഡ് ചെയ്യുന്നു, പിന്നീട് അതിനോട് സി ആഡ് ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി ആകുമ്പോൾ 0 പ്ലസ് 2 2 2 പ്ലസ് 1 3 5 പ്ലസ് 1 6 0 പ്ലസ് 2 2 പ്ലസ് സി. സി എന്താണ്? 1 0 1 0. ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. മാട്രിക്സ് 2 പ്ലസ് 1 3 3 പ്ലസ് 0 3 6 പ്ലസ് 1 7 2 പ്ലസ് 0 2. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. 3 മെട്രിക്സ് അഡീഷണൽ സ്യൂട്ടബിൾ ആണെങ്കിൽ അതിൽ ഇങ്ങനെ എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആൻസർ രണ്ടിൽ സെയിം ആയിരിക്കും. ടെക്സ്റ്റിൽ അതിൻ്റെ നോട്ട്സ് ഉണ്ട്, അത് കൃത്യമായിട്ട് എഴുതുക. ഒന്ന് നോക്കാം. അടുത്തത് മൂന്നാമത് വരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ എന്ന മെട്രിക്സിനോട് ഒരു 0 മെട്രിക്സ് ആഡ് ചെയ്താലും തിരിച്ച് 0 മെട്രിക്സിനോട് എ ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ എ ആയിരിക്കും. ഇതിനെയാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. മെട്രിക്സിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് ആണ്. എ പ്ലസ് 0 ഈക്വൽ ടു 0 പ്ലസ് എ ഈക്വൽ ടു എ. അപ്പോൾ മെട്രിക്സ് അഡീഷനിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അടുത്ത പ്രോപ്പർട്ടി അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിനോട് അതിന്റെ നെഗറ്റീവ്, ആ മെട്രിക്സിന്റെ നെഗറ്റീവ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0 മെട്രിക്സ് ആയിരിക്കും. തിരിച്ചെടുത്താലും അത് തന്നെ കിട്ടും. എ പ്ലസ് മൈനസ് എ ആയാലും മൈനസ് എ പ്ലസ് എ ആയാലും കിട്ടുന്ന ആൻസർ 0 മെട്രിക്സ് ആണ്. ഇവിടെ മെട്രിക്സ് അഡീഷണലിൽ എ എന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ആണ്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ എഴുതിയിടാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് 1
2 3 2 3 1. ഇത് ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആണ്? നിങ്ങൾ പറയാം, പറഞ്ഞു. 1 2 3 2 3 1. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3 ആണ് അല്ലേ? 2/3 അതിലെഴുതി കാണിക്കണമെന്നില്ല. 2/3 ഉള്ള എ എന്ന ഒരു മെട്രിക്സും ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് 3 -1 3 -1 0 2. ഇങ്ങനെ രണ്ട് മെട്രിക്സ് എയും ബിയും കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് 2a മൈനസ് ബി. ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. എ ഈക്വൽ ടു മെട്രിക്സ് 1 2 2 3, ബി ഈക്വൽ ടു മെട്രിക്സ് 3 -1 3 -1 0 2. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2a മൈനസ് ബി ആണ്. ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഡിഫറൻസും വരും. അപ്പൊ ആദ്യം 2a കാണാം. 2a ഈക്വൽ ടു മെട്രിക്സ്, ഈ മെട്രിക്സിൽ വരുന്ന ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 2 2 4 3 2 6. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നു. കുറച്ചുകൂടി സ്പീഡിൽ പറഞ്ഞു പോലെ 2 3 1. ഈ സെക്കൻഡ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 6 2 ഇങ്ങനെ കിട്ടും. 2a കിട്ടും. നമുക്ക് വേണ്ടത് 2a മൈനസ് ബി ആണ്. ഈക്വൽ ടു മെട്രിക്സ് 2 4 6 4 6 2 മൈനസ് എന്താണ് ബി? മെട്രിക്സ് 3 -1 3 -1 0 2 ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുക. 2 - 3 -1 4 -1 4 + 1 5 6 - 3 3 4 -1 4 + 1 5 6 -1 6 + 1 7 2 sorry ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 4 + 1 5 6 + 0 ആണ്. ഇവിടെ 6 ആണ്. അടുത്ത 2 - 2 ആൻസർ എന്താണ്? 0. അപ്പോൾ ഇതാണ് 2a മൈനസ് ബി എന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആൻസർ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ, ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ. അതിൽ തന്നിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 5 2 0 9 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 3 6 0 -1. ഇങ്ങനെ രണ്ട് മെട്രിക്സ് തന്നിട്ട് ഇവിടെ നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് 9ാം സ്റ്റാൻഡേർഡിൽ നമ്മൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സമവാക്യ ജോഡി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ വരുന്ന ആ രീതിയിൽ നമ്മൾ എക്സും വൈയും കാണും. അപ്പൊ ഇതിൽ എടുത്തെഴുതുമ്പോൾ ആദ്യ ഇക്വേഷൻ ഇത് തന്നെയാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 5 2 0 9 2/2. തൊട്ട് അടുത്ത മെട്രിക്സ് താഴെ എഴുതാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 6 0 -1. ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കാണണം? എക്സും വൈയും കണ്ടെത്താം. അപ്പൊ അതിനായിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ പ്ലസ് വൈ മൈനസ് വൈ കട്ട് ചെയ്ത് പോകും. എക്സും എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു മെട്രിക്സ് 5 + 3 8 2 + 6 8 0 + 0 0 9 + -1 8. ഇതാണ് 2x എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് x ആണ്. അപ്പൊ നേരത്തെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. ഓരോ എലമെന്റിനെയും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 2x ഈക്വൽ ടു മെട്രിക്സ് 8 8 0 8 ആണെങ്കിൽ x ഈക്വൽ ടു എന്തായി? ഈ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 4 0 4. ഇതാണ് x. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി y വാല്യൂ കിട്ടാനായിട്ട് ഈ എക്സിന്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ്
ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടും ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന്റെ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് y ഈക്വൽ ടു ഞാൻ സ്റ്റെപ്പ് കുറച്ച് ചെയ്യണം. y ഈക്വൽ ടു ഈ മെട്രിക്സ് 5 2 0 9 മൈനസ് എക്സ് എന്താണ്? അപ്പോൾ ഇതില് മെട്രിക്സ് 5 മൈനസ് 4 1 2 മൈനസ് 4 മൈനസ് 2 0 മൈനസ് 0 0 9 മൈനസ് 4 5 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. ഒന്ന് എഴുതി നോക്കാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. 2 into matrix x 5 7 y minus 3 plus matrix 3 minus 4 1 2 equal to matrix 7 6 15 14. ഇങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സും വൈയും കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഇപ്പം ചെയ്ത പോലെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാട്രിക്സ് 2x 2 into 5 10 2 into 7 14 2 into y minus 3 ആവുമ്പോൾ 2y minus 6 പ്ലസ് മാട്രിക്സ് ബാക്കിയെല്ലാം അതുപോലെ എഴുതിയാൽ മതി. 3 minus 4 1 2 equal to matrix 7 6 15 14. ഇവിടെ അഡീഷൻ ആണ് വരുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും വൈയും കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ആ ടേം മാത്രം ആഡ് ചെയ്യുക. 2x plus 3 2x plus 3 equal to 7 2x plus 3 equal to 7 2x equal to 7 minus 3 4 x equal to 4/2 equal to 2. എക്സിന്റെ വാല്യൂ കിട്ടി. ഇതുപോലെ y വാല്യൂ കിട്ടാൻ y വരുന്ന ടേംസ് തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ ഏതൊക്കെയാണ്? 2y minus 6 plus 2 2y minus 6 plus 2 equal to 14 2y minus 4 equal to 14 2y equal to 14 plus 4 equal to 18 and y equal to 18/2 equal to 9. അപ്പോൾ ഇങ്ങനെയാണ് എക്സും വൈയും എടുക്കാം. വളരെ സിമ്പിളാണ്. ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ അറിയാമല്ലോ. അഡീഷൻ ആണ് പഠിച്ചത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ, അതിൽ കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇത്രയും ചെയ്ത് പഠിച്ചാൽ അത് വളരെ എളുപ്പമായിരിക്കും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബൈ.